കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് ഇക്കുറി അർഹനായത് പലസ്തീൻ മാധ്യമപ്രവർത്തകൻ വായിൽ ദദു ആണ്. പ്രിയപ്പെട്ടവരെയാകെ ഇസ്രായേൽ സേന കൊന്നൊടുക്കിയപ്പോഴും കണ്ണില്ലാത്ത ഇസ്രായേൽ ക്രൂരതയെക്കുറിച്ച് യുദ്ധഭൂമിയിൽ നിന്നും സധൈര്യം വിളിച്ചു പറഞ്ഞ മാധ്യമപ്രവർത്തകനാണ് ദദു. അൽ ജസീറ ടിവിയുടെ ഗാസ ബ്യൂറോ മേധാവിയാണ് അദ്ദേഹം. പലസ്തീൻ ജനത നടത്തുന്ന ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായാണ് അൽ ജസീറ ചാനലിന്റെ ഗസയിലെ ബ്യൂറോ മേധാവി വായിൽ ദഹദൂഹിനെ ലോകം കാണുന്നത്. മാധ്യമപ്രവർത്തനത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ തൻ്റെ പ്രിയപ്പെട്ടതെല്ലാം ദഹദൂഹിന് നഷ്ടമായി. ജീവിത പങ്കാളി ഹംന, മകൾ 7 വയസ്സുകാരി ഷാം, പേരക്കുട്ടി 1.5 വയസ്സുള്ള ആദം, അങ്ങനെ കുടുംബത്തിലെ എല്ലാവരെയും ഇസ്രായേൽ സേന കൊന്നുകളഞ്ഞു. ഗാസ ആക്രമണത്തിനിടെ നെസ്വീറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു മാധ്യമപ്രവർത്തകൻ്റെ കുടുംബം കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. എന്നാൽ ദുരന്തത്തിൽ ദഹദൂഹ് പതറിയില്ല. പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം നൽകി വീണ്ടും കർമ്മഗോതയിലിറങ്ങി യുദ്ധം റിപ്പോർട്ട് ചെയ്തത് ലോകം അമ്പരപ്പോടെ അന്ന് നോക്കി നിന്നു. അൽ ജസീറയിലെ തന്നെ ക്യാമറ പേഴ്സണായിരുന്ന മൂത്ത മകൻ ഹംസയും ഇസ്രായേലി ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. റിപ്പോർട്ടിങ്ങിനിടെ തൻ്റെ ക്യാമറാമാൻ മിസൈൽ ആക്രമണത്തിൽ മരിച്ചു വീണപ്പോൾ നിലത്ത് വീണ ക്യാമറയെടുത്ത് ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് ദഹദൂഹ് അന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പരുക്കേറ്റ ദഹദൂഹ് ഖത്തറിലെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. കേരള മീഡിയ അക്കാദമിയുടെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ദഹദൂഹ് വൈകാതെ കേരളത്തിലെത്തുമെന്ന് മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു പറഞ്ഞു. ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് അദ്ദേഹം വരാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ അൽ ജസീറ ചാനലിൻ്റെ ബിസിനസ് ഹെഡിനോട് 2 ദിവസം മുമ്പ് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഹൈ സെക്യൂരിറ്റിയിൽ ഇദ്ദേഹത്തെ അവിടെ ഖത്തറിലെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ തുടരുകയാണ്. ഗാസയിലെ സ്ഥിതിഗതികൾ കൂടി മെച്ചപ്പെടുന്നതിൻ്റെ കൂടി കണക്കിലെടുത്തിട്ട് ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത്. ലോകമാധ്യമരംഗത്ത് ശ്രദ്ധ നേടിയ മാധ്യമപ്രവർത്തകരെയാണ് കേരള മീഡിയ അക്കാദമി മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം നൽകി ആദരിക്കുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരളം ഉയർത്തിപ്പിടിക്കുന്ന മാനവിക രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണ് ദഹദൂഹിന് മീഡിയ അക്കാദമി നൽകിയ പുരസ്കാരമെന്ന് പ്രമുഖർ പ്രതികരിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.